ഇനി അധികം കൂടുതലൊന്നുമില്ല, ആകെ കുറച്ച് ദൂരമുള്ളൂ ഹട്ടിലേക്ക്. ഒരു പേടിയും പേടിച്ചേണ്ട, അതിന് കുറച്ചും കൂടി ഉള്ളൂ മുകളിലേക്ക്. കയറി ചെല്ലുമ്പോൾ എല്ലാ കോർണറിലും ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണാം, നമുക്ക് റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ അവിടുന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ തല മിന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും താഴത്തെ വ്യൂ കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത് രസമായിട്ടാണ് ഈ ഹൗക്കോണിലെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ പുഴയിലൂടെ ഇതുപോലത്തെ ബോട്ടുകളൊക്കെ പോണ കാണാം. മീൻ പിടിക്കാൻ വേണ്ടി പോകണാണോ അതിന് ടൂറിസ്റ്റുമായിട്ട് പോണ ബോട്ടാണോ എന്താണെന്ന് കറക്റ്റ് അറിയാം. ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ അവസാനം മുകളിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് താഴെ നിന്ന് നമ്മൾ കൂക്കി വിളിച്ച എക്കോ ഉണ്ടാക്കിയ സ്ഥലങ്ങളൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയെന്ന് അറിയാം താഴെ കാണാം. നമ്മളെ എക്കോ അല്ലാത്ത വേറൊരു എക്കോ താഴ്ന്ന് കേൾക്കുന്നുണ്ട്, അതാരെ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ജായോ പാവം ചൈനക്കാരൻ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഊപ്പാട് വരെ ഇളകിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന അവസ്ഥയിൽ സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള ക്ഷീണവും കാര്യങ്ങളും. അധികം നേരം നിൽക്കൽ അവിടെ നടക്കില്ല, തിരിച്ചു പോരാൻ സമയമായി. കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലമാണ് ഇതുപോലെയുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വെറുതെ കൂക്കി സൗണ്ട് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇന്ത്യ ആയാലും ചൈന ആയാലും അതിനൊരു കുറവില്ല. ആദ്യത്തെ തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയായിരുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, പോണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു തിരിച്ചു വരുന്ന ടൈമിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചൈനയിലെ ഈ വീക്കെൻഡിലെ ഹൗക്കുൻ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാൻ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ജയ് ജിയാൻ.